രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കിളന്നു വന്ന ഒരു വിത്തല്ല, വളർത്തിയെടുത്ത വിത്താണ്. അതിനെ തൊട്ട് കളിക്കുമ്പോ BJP-ക്കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കും നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല. ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും, ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും. അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. BJP-ക്കാർ രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും. നിങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വെറും തോന്നൽ മാത്രമാണ്. ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിത്വം. നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ? രോമം തൊടാൻ സാധിച്ചോ നിങ്ങൾക്ക്? രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. തൊട്ടവന്റെ കൈപറ്റിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അക്രമം ഞാൻ പ്രസംഗിക്കുകയല്ല. പക്ഷേ നിങ്ങളാരും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു ധാരണയിൽ BJP-യുടെ ഗുണ്ടായിസം നമുക്ക് നേരെ കളിച്ചാൽ ആ കളിക്ക് മറുപടി നമ്മൾ നൽകേണ്ടി വരും എന്ന് സ്നേഹപുരസരം BJP-യുടെ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ നിങ്ങളെ BJP-യുടെ അന്തസ്സും ആ BJP-യുടെ മഹത്വം കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട നമ്മളെ സന്ദീപ് വാര്യർ ഇവിടെ ഇരിക്കുന്നത്. സന്ദീപ് വാര്യർ എന്തുകൊണ്ടിരിക്കുന്നു? എത്ര കാലം ആ BJP-ക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്, എത്രമാത്രം വ്യക്തിത്വമുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം എന്തേ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വന്നത്? ഇനിയും വരാൻ പോകുന്നു. ഇന്ന് വരാൻ പോകുന്നവന്റെ പേര് വായിച്ചു. ഇനിയും വരാൻ പോകുന്നവരുണ്ട് ഇവിടെ. BJP-യിൽ നിന്ന് എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആരും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ആരും പോയിട്ടില്ല. കോൺഗ്രസിന്റെ ആരും BJP-യിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോടും ഞങ്ങൾക്ക് വിയോജിപ്പാണ്. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ഞങ്ങൾ ചവിട്ടി വധിച്ചതാണ്. അത് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ മനസ്സുള്ള ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമരമുറിയുണ്ട്. ആ സമരമുറിയെ തകർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ, സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. എങ്ങനെയാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത്? BJP-ക്കാരന്റെ അക്രമ രാഷ്ട്രീയം കൊണ്ടാണോ? ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വം ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ്. അവരുടെ മുമ്പിൽ ഒരായുധമെടുക്കാതെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ വാലാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന് ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ ഓർമ്മിപ്പിക്കുകയാ. ഞങ്ങളെ അതിന് കിട്ടില്ല. ഞങ്ങൾക്കത് പ്രശ്നവുമല്ല. ഞങ്ങളത് മുഖവിലക്കെടുക്കില്ല. ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ, എന്റെ ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും. എനിക്കതിന് കഴിവുണ്ട്, എനിക്കതിന് പ്രാപ്തിയുണ്ട്, സതീശനത്തിന്റെ പ്രാപ്തിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട BJP-ക്കാരോട് പറയട്ടെ, നിങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടി കിട്ടിയിരിക്കും, പലിശ സഹിതമെന്ന് ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്.